നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്താ വീണ വിജയന് അസുഖം വരാനൊന്നും പാടില്ലേ? മനുഷ്യന്റെ കാര്യമല്ലേ? ഇന്ന് കാണുന്നവന് നാളെ കാണാത്ത ലോകത്താണ്. വീണ വിജയന് ഒരു അസുഖം വന്നാൽ എന്താണ് അത്രയ്ക്ക് പ്രശ്നം? പുതിയ ക്യാപ്സ്യൂളൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇ ഡിയുടെ അന്വേഷണം അല്ലെങ്കിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ വരുന്ന ദിവസം തന്നെ എങ്ങനെയാണ് വീണ വിജയൻ ഇങ്ങനെ രോഗം വരുന്നത് എന്നാണ് പുതിയ കണ്ടെത്തൽ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ഡാഡി ഗിരിജ ചെയ്ത അതേ വഴി തന്നെയാണ് മകളും ഇപ്പോൾ ചെയ്തുകൊണ്ടുവരുന്നത്. ഏത് നമ്മുടെ ലാവ്ലിൻ കേസിലും ഇതേ സ്ട്രാറ്റജി തന്നെയാണല്ലോ പിണറായി വിജയൻ പലകുറി കോടതി ഹാജരാകാൻ വിളിച്ചപ്പോഴും കാണിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇതിനു മുൻപും പല ഇ ഡി അന്വേഷണങ്ങൾക്കും പ്രത്യേകിച്ച് സ്വപ്ന സുരേഷിന്റെ കേസിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണല്ലോ. ശിവശങ്കറിന് വയ്യാതാകുന്നു, മറ്റു വ്യക്തിക്ക് വയ്യാതാകുന്നു, അങ്ങനെയുള്ള വയ്യാതാകൽ സ്ട്രാറ്റജി ഇതാദ്യമായല്ല. ഇതിനു മുൻപും പല കുറി ഇവിടെ പയറ്റിയതാണ്. പക്ഷെ ഇ ഡിയോട് അതും ഇത്തവണ ഈ പരിപാടി അത്ര വില പോകില്ല. അതായത് ആ പരിപ്പങ്ങ് വേറെ മാറ്റിവെച്ചുള്ളൂ എന്ന് ഇ ഡി പറയാൻ പോവുകയാണ്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, വീണ വിജയൻ അവധി ഇ ഡിയോട് അങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇ ഡി ആ ചോദിച്ച ചോദ്യത്തിന് ഇ ഡി കൃത്യമായ ഉത്തരം ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇ ഡി ഇമെയിൽ അത് നേരിട്ട് വാങ്ങി ശരി അടുത്ത ദിവസം അറിയിക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസം ഹാജരായാൽ മതി എന്നാണെങ്കിൽ ഒരു പക്ഷേ ഓക്കെയാണ്, അല്ലെങ്കിൽ വീണയുടെ ഈ ഒരു സ്ട്രാറ്റജി വിജയിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ അതല്ല, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ എവിടെയാണ് ഉള്ളതോ ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ ചോദ്യം ചെയ്തോളാം, നിങ്ങൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനം ഇ ഡി എടുക്കുകയാണെങ്കിൽ കഥം കഴിഞ്ഞു, ടാറ്റ ബൈ ബൈ പറയേണ്ട അവസ്ഥയായിരിക്കും കാര്യങ്ങൾ. എന്തായാലും ഇ ഡിയുടെ അടുത്ത നീക്കം അല്ലെങ്കിൽ ഇ ഡിയുടെ അടുത്ത സമൻസിലും വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ഇന്നോ നാളെയോ ആശുപത്രിയിൽ അഭയം തേടി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാനുള്ള തന്ത്രമാണ് വീണ പയറ്റുന്നത്. ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ 70 തവണ ഒഴിവായ അതേ തന്ത്രം തന്നെ പയറ്റാനുള്ള വീണയുടെ നീക്കം ഇ ഡിക്ക് മുന്നിൽ ചെലവാകില്ല എന്ന് വ്യക്തം. അടുത്ത തവണയും വീണ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നില്ലെങ്കിൽ വീട്ടിലെത്തി വീണയെ അറസ്റ്റ് ചെയ്ത് അടുത്ത നടപടിയിലേക്ക് നീങ്ങും. ആഴ്ചകളോളം ആശുപത്രിയിൽ തങ്ങാൻ തന്നെയാണ് നീക്കമെങ്കിൽ ഇ ഡി അറ്റകൈ പ്രയോഗത്തിലേക്ക് നീങ്ങും. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് നാളെ ഹാജരാവാനാവില്ലെന്നും മറ്റൊരു ദിവസം അനുവദിക്കണമെന്നുമാണ് വീണ ഇ ഡിയെ ഇമെയിൽ വഴി അറിയിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി സോണൽ ഓഫീസർ നാളെ രാവിലെ 10-ന് ഹാജരാവാനാണ് വീണയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവധി അപേക്ഷയിൽ ഇ ഡിയുടെ തീരുമാനം ഇന്ന് വീണയെ അറിയിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചുള്ള അവധി അപേക്ഷകൾ ഇ ഡി പരിഗണിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച ഹാജരാവാനാണ് നിർദ്ദേശിക്കുക. ഒരു ദിവസം അവധി അനുവദിച്ചാലും മറ്റൊരു ദിവസം നേരിട്ട് ഹാജരാവണമെന്നാണ് വ്യവസ്ഥ. ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അന്നു തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. അറസ്റ്റ് ഉണ്ടായാൽ വീണയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും സാഹചര്യവുമില്ല. പിണറായി വിജയന്റെ മകൾ എന്ന പരിഗണന വീണയ്ക്ക് ഇ ഡിയിൽ നിന്നും ലഭിക്കില്ല. അങ്ങനെയെങ്കിൽ അഴിയെണ്ണുകയെ മാർഗമുള്ളൂ എന്ന് വ്യക്തം. CMRലുമായി ബന്ധപ്പെട്ട് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന കണ്ടെത്തലിലെ കള്ളപ്പണ ഇടപാടാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ച 2.78 കോടി രൂപയും എംപവർ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച 50 ലക്ഷം രൂപയുടെ വായ്പയുമാണ് അന്വേഷണ പരിധിയിൽ ഉള്ളത്. നേരത്തെ നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക വിവരങ്ങളും അടിസ്ഥാനമാക്കിയായിരിക്കും ചോദ്യം ചെയ്യൽ. തെളിവുകൾ നിരത്തി ഇ ഡി ചോദ്യം ചെയ്യുമ്പോൾ വീണയ്ക്ക് നൽകാൻ വ്യക്തമായ ഒരു മറുപടി ഒന്നും തന്നെയില്ല. കരിമണൽ കർത്തയുടെ മാസപ്പടി എങ്ങനെ വിനിയോഗിച്ചു എന്നടക്കം ഒട്ടേറെ രേഖകൾ ഇ ഡിയുടെ കൈവശവുമുണ്ട്. പാവങ്ങളുടെ പാർട്ടി തലവൻ എന്ന മേനി പറയുന്ന പിണറായി വിജയന്റെ ഭാര്യയും മകളും അടിപൊളി ആഡംബര ജീവിതത്തിന് വേണ്ട ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിയത് ഇത്തരത്തിൽ പലരും നൽകിയ പണം കൊണ്ടായിരിക്കുന്നു എന്നാണ് കേരളം ഇപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വീണ അറസ്റ്റിലായാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രാജി ഒഴിയേണ്ടി വരും. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും നാണം കെട്ട സംഭവ വികാസങ്ങളിലേക്കാണ് നിലവിൽ കാര്യങ്ങളുടെ പോക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട CMR എക്സാലോജിക് മാസപ്പടി കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള കേസിൽ ഏതെങ്കിലും രീതിയിൽ പാളിച്ചയുണ്ടാകാതിരിക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരില്ല. പകരം
ഈ പറയുന്ന പോലെ തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ രാജിവെക്കേണ്ടി വരേണ്ട ഒരു ഗതിയിലേക്ക് ആയിരിക്കുമോ കാര്യങ്ങൾ എത്തി നിൽക്കുക എന്ന് കണ്ടറിയണം. മാത്രമല്ല 5 വർഷം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ ഭരിക്കില്ല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കില്ല എന്നുള്ള ചില പ്രവചനങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉണ്ടായി. ആ പ്രവചനം അത് അതേപടി തന്നെ നടക്കാനാണോ സാധ്യത എന്നൊക്കെ തന്നെ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL MD ശശീന്ദ്രൻ കർത്ത അടക്കമുള്ളവർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയ സാഹചര്യത്തിൽ ED കർശനമായ നടപടികളിലേക്കാണ് നീങ്ങുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ 2016 മുതൽ 2020-21 വരെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി CMRL നിന്ന് സേവനമൊന്നുമില്ലാതെ 2,78,00,000 രൂപ വാങ്ങിയതിലെ അനധികൃത ഇടപാടാണ് ED അന്വേഷിക്കുന്നത്. കരിമണൽ കമ്പനിയുമായി വീണയും എക്സാലോജിക്കും ഉണ്ടാക്കിയ കരാറ് പകർപ്പും വീണയുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് രേഖകളും EDയുടെ കൈവശമുണ്ട്. മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പ്രാഥമിക പരിശോധനകളിലും ചോദ്യം ചെയ്യലിലും വീണ നൽകിയ മൊഴികളും നിലവിൽ ഏജൻസി കണ്ടെടുത്ത ശാസ്ത്രീയ തെളിവുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും തമ്മിൽ നിരവധി പൊരുത്തക്കേടുകളാണ് ഉള്ളത്. ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയതിനും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകിയതിനുമാണ് പണം കൈപ്പറ്റിയതെന്ന് വ്യക്തമാക്കാൻ കൃത്യമായ നികുതി രേഖകൾ, കൃത്യമായ സേവനം നൽകിയതിന്റെ തെളിവുകളോ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. 2016 ഡിസംബർ 30-ന് CMRLുമായി വീണ ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പ്, 2017 മാർച്ച് 2-ന് എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറ്, എക്സാലോജിക്ക് നൽകിയ സേവനങ്ങളുടെ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുടെ ലോൺ വിശദാംശങ്ങൾ, വീണയുമായി കമ്പനി നടത്തിയ ലോൺ ഇടപാട് രേഖകൾ അടക്കം മുഴുവൻ സാമ്പത്തിക ഇടപാട് രേഖകളും EDയുടെ പക്കലുണ്ട്. വീണയെ ചോദ്യം ചെയ്തതിനായി വിശദമായ ചോദ്യാവലി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. CMRL എക്സാലോജിക് ഇടപാടിലൂടെ വീണയ്ക്ക് ലഭിച്ച 1.72 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് ED പ്രധാനമായും ചോദിച്ചറിയുക. ഇതിന് ഉത്തരം കൊടുക്കാനാകുന്നില്ലെങ്കിൽ വീണയെ അന്നു തന്നെ അറസ്റ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ അന്ന് തന്നെ പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവെന്ന പിണറായി വിജയൻ MLAയുടെ രാഷ്ട്രീയ ഭാവിയിലും ട്വിസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ അന്നോടുകൂടി തന്നെ ഒരു പക്ഷേ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് രാജിയിലേക്കും കടക്കും.